യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. ഒരാളെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ചിലരുണ്ട്. അതിനായി എത്ര ദൂരം യാത്ര ചെയ്യാനും അവർക്ക് ഒട്ടും മടിയില്ല. തങ്ങളുടെ ആരോഗ്യവും സമ്പത്തും സമയവും അതിനുവേണ്ടി ചെലവഴിക്കാനും മടിയില്ല. ഇങ്ങനെ ഒരു കൂട്ടരെ നമുക്ക് ഇന്നും കാണുവാനായി കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായം 19-20 വരെ വായിക്കുമ്പോൾ ഇപ്രകാരം പൗലോസിനെയും കൂട്ടരെയും നോട്ടമിട്ടുകൊണ്ട് ചില യഹൂദന്മാർ ഇറങ്ങിത്തിരിക്കുന്നതായി നമുക്ക് കാണാം. 98 മൈൽ ദൂരെയുള്ള അന്ത്യോക്യയിൽ നിന്നും 18 മൈൽ ദൂരമുള്ള ഇക്കോനിയിൽ നിന്നും യഹൂദന്മാർ ലുസ്ത്ര എന്ന പട്ടണത്തിലെത്തി. അവിടെ അവർ ജനത്തെ ഇളക്കി പൗലോസിനെ കല്ലെറിയിപ്പിച്ചു. പ്രവൃത്തികളുടെ പുസ്തകം 7 അധ്യായത്തിലെ സ്തേഫാനോസിനെ കല്ലെറിയുന്ന രംഗം നാം പഠിച്ചു കഴിഞ്ഞുവല്ലോ. ഇപ്പോഴിതാ പൗലോസിന് നേരെയും കല്ലുകൾ. അന്ന് താൻ സ്തേഫാനോസിന്റെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിരുന്നു, പീഠകനായിരുന്നു. അന്ന് സ്തേഫാനോസ് പ്രസംഗിച്ചതും പ്രാർത്ഥിച്ചതുമെല്ലാം എങ്ങനെയെന്ന് താൻ ഒരുപക്ഷെ ചിന്തിച്ചിരുന്ന് കാണണം. തൻ്റെ നേരെ കല്ലുകൾ വന്നപ്പോൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിപ്പാൻ സ്തേഫാനോസിന് കഴിഞ്ഞതെങ്ങനെയെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തനിക്കിപ്പോൾ കിട്ടുകയും ചെയ്തു. 2 തരത്തിലുള്ള ജനത്തെ അടുത്തടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാനായി കഴിയും. 13 മുതൽ 18 വരെ ഒരു കൂട്ടർ പൗലോസിനെയും ബർണബാസിനെയും ദേവന്മാരെന്ന് വാഴ്ത്തി അവർക്ക് യാഗം കഴിപ്പാൻ ഒരുങ്ങുന്നു. മറ്റൊരു കൂട്ടർ ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ഭാവിക്കുന്നു. തങ്ങളെ ദൈവമെന്ന് കരുതി ആരാധിച്ചവരെ പൗലോസ് വിലക്കുകയാണ് ചെയ്തത്. എന്നാൽ ദൈവദൂഷകൻ എന്ന് കുറ്റം ചുമത്തി കല്ലെറിയുന്നവരോട് പൗലോസ് ഒരക്ഷരം പറയുന്നതായി വേദപുസ്തകം പറയുന്നില്ല. അത് സഹിച്ചു. കാരണം ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് കൂട്ടാളിയായി തീരുകയാണ് പൗലോസ് അവിടെ ചെയ്തത്. യേശുക്രിസ്തുവിനുണ്ടായ അതേ അനുഭവങ്ങളാണ് തൻ്റെ പ്രിയ ശിഷ്യന്മാർക്കും ഉണ്ടായത്. യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വന്ന യേശുവിനെ ജനം സ്വീകരിച്ചത് വഴിയിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചിട്ടും ഒലിവിൻ ചില്ലകൾ ഏന്തി ജയ് വിളിച്ചതും ഒക്കെ ജനം പെട്ടെന്ന് മറക്കുകയും തങ്ങളെ വശത്താക്കിയ മറ്റു യഹൂദന്മാർ പറഞ്ഞതനുസരിച്ച് അവനെ ക്രൂശിക്കുക എന്ന ശബ്ദം അധികം താമസിയാതെ ആ യെരുശലേം പട്ടണം കേൾക്കുകയും ചെയ്തു. കല്ലേറ് കൊണ്ട് മരിക്കുന്നത് വരെ ജനം പൗലോസിനെ കല്ലെറിയുന്നു. ഈ കല്ലുകൾ വളരെ ആഴത്തിൽ ശരീരത്തിൽ മുറിവുണ്ടാക്കി രക്തം വാർന്നു പോകുവാൻ ഇടവരും. പിൽക്കാലത്ത് തനിക്കുണ്ടായ ഈ മുറിവുകളെ അല്ലെങ്കിൽ അടയാളങ്ങളെപ്പറ്റി 2 കൊരിന്ത്യർ 11 അധ്യായം 24-25 വാക്യങ്ങളിൽ പൗലോസ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. പൗലോസ് മരിച്ചു എന്ന് കരുതി അവനെ പട്ടണത്തിന് പുറത്തേക്ക് അവർ വലിച്ചിഴച്ചു. ഓർത്തു നോക്കിയേ, താൻ എങ്ങനെ ദൈവസഭയെ പീഡിപ്പിച്ചുവോ അതുപോലെ തന്നെ താനും ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മാർഗക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കെട്ടി ഇഴച്ച് തടവിലേൽപ്പിച്ച് സഭയെ മുടിച്ചു വന്ന ശൗലിനെ ഇപ്പോൾ ഇതാ മരിച്ച അവസ്ഥയിൽ പട്ടണത്തിന് വെളിയിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടിടുന്നു. എന്നാൽ പൗലോസിന്റെ വിളി അല്ലെങ്കിൽ ദൗത്യം അവിടം കൊണ്ട് അവസാനിക്കാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം അവനെ വീണ്ടും ജീവൻ നൽകുകയാണ് ചെയ്തത്. പ്രിയ ദൈവപൈതലേ, നീ പാതി വഴിയിൽ തകർന്നു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല. ശത്രുവായവൻ വീഴുവാൻ തക്കവണ്ണം നിന്നെ തള്ളിയാലും നിലംപരിചാകുവാൻ ദൈവം ഒരിക്കലും ഇടയാക്കുകയില്ല. പലപ്പോഴും നാം തകർന്നു, ഇനിയൊന്നും നടക്കുകയില്ല, ഇതോടുകൂടെ ഞാൻ നശിച്ചു, എൻ്റെ കുടുംബം നശിച്ചു, ഇനി എനിക്കൊരു ഉയർച്ചയുമില്ല എന്ന് പറഞ്ഞ് നിരാശരായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിനോട് നമ്മോട് പറയുവാൻ ഒന്നേയുള്ളൂ: എൻ്റെ മകനെ, മകളെ, ഇതോടുകൂടി എല്ലാം തീർന്നില്ല. നിന്നെപ്പറ്റിയുള്ള എൻ്റെ പദ്ധതികൾ പൂർത്തിയായിട്ടില്ല. ഇനിയും നിനക്ക് മുന്നോട്ട് ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ഈ കല്ലേറും കഷ്ടതയും പഴിയും നിന്നയും പരിഹാസവുമേറ്റ് നീ മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നീ എൻ്റെ പ്രിയനാണ്. ശിഷ്യന്മാർ ചുറ്റി നിൽക്കുമ്പോൾ പൗലോസ് എഴുന്നേറ്റു പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർണബാസിനോടുകൂടെ ദർബയ്ക്ക് പോയി അവിടെ സുവിശേഷം അറിയിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ലുസ്ത്ര ദേശത്തുണ്ടായിരുന്ന പലരും ക്രിസ്തുവിൽ വിശ്വസിച്ചു കാണണം. മരിച്ചു എന്ന് കരുതിയവൻ ശിഷ്യന്മാർ താങ്ങി എഴുന്നേൽപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി 6 മാസം ശുശ്രൂഷിച്ചു എന്നല്ല വേദപുസ്തകം നമ്മെ പഠിപ്പിച്ചത്. മരിച്ചു എന്ന അവസ്ഥയിൽ യഹൂദന്മാർ വിട്ടിട്ട് പോയ കല്ലേറേറ്റ മുറിവേറ്റ ശരീരത്തോടു കൂടി പൗലോസ് എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് പോയി എന്നാണ്. പിന്നീട് പിറ്റേന്നാൾ ദർബയിലേക്കും പോയി എന്ന് വചനം പഠിപ്പിക്കുന്നു. പിൽക്കാലത്ത് പൗലോസിന്റെ ശിഷ്യനായി മാറിയ തിമോത്തിയോസ് ലുസ്ത്ര പട്ടണക്കാരനായിരുന്നു എന്നത് നാം ഓർക്കുക.
ആദ്യം സൗഖ്യം പ്രാപിച്ച മുടന്തനായ മനുഷ്യനും മറ്റു ശിഷ്യന്മാരുമൊക്കെ ആ പട്ടണത്തിൽ തുടർന്ന് കർത്താവിനെ അധികം സേവിച്ചു, സ്നേഹിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഈ അധ്യായം അവസാനിക്കുമ്പോൾ 26ഉം 28ഉം വാക്യങ്ങളിൽ തങ്ങളെ ഭരമേൽപ്പിച്ച വേല തികച്ച ശേഷം പൗലോസും ബർണ്ണബാസും അന്ത്യോക്യയിലേക്ക് മടങ്ങിച്ചെന്നു എന്ന് വായിക്കുന്നു. എത്ര വർഷം കഴിഞ്ഞാണ് അവർ മടങ്ങിയെത്തിയത് എന്ന് അറിയില്ല. അവരെ ഓർത്ത് ദിനവും പ്രാർത്ഥിക്കുന്ന ഒരു സഭ അന്ത്യോക്യയിലുണ്ട് എന്ന ഒരു ധൈര്യം അവർക്കുണ്ടായിരുന്നിരിക്കാം. അവിടെ അവർ അനുഭവിച്ച കഷ്ടങ്ങളെയും കല്ലേറിനെയും പീഡകളെയും കുറിച്ചല്ല, മറിച്ച് ദൈവം തങ്ങളോട് കൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. ദൈവവേല ചെയ്യുന്നവർക്ക്, മിഷണറിമാർക്ക് ഇതുപോലെ സാക്ഷ്യങ്ങൾ പറയുവാൻ സഭയിൽ അവസരങ്ങൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ സഭയിൽ നിന്ന് വീണ്ടും മിഷണറിമാർ പുറപ്പെടൂ. ഏകദേശം 1300 മൈൽ യാത്ര ചെയ്ത ആദ്യത്തെ മിഷണറി യാത്ര അവസാനിപ്പിച്ച് കുറെ കാലം അവിടെ പാർത്തു എന്ന് എഴുതിയിരിക്കുന്നു. അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഈ കുറെ കാലത്തേക്ക് അവർ നടത്തിയത്. ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് സുവിശേഷവുമായി പോകാൻ ദൈവം നമ്മെ പറ്റിയും ആഗ്രഹിക്കുന്നു. ഇന്ന് പല മീഡിയകളിലൂടെ നിമിഷങ്ങൾക്കകം യാത്ര ചെയ്തെത്തുവാൻ നമുക്ക് കഴിയും. ആഗ്രഹവും അവസരവും ഉള്ളപ്പോൾ അതിനായി പ്രവർത്തിക്കാനുള്ള ഊർജം പരിശുദ്ധാത്മാവ് ഏവർക്കും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.